റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് ഏറെ സ്നേഹമുള്ള കാരുണ്യമുള്ള വ്യക്തിത്വമായിരുന്നു. തൻ്റെ സമൂഹം മുഴുവനും നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക്, തൻ്റെ സഹാബികൾക്ക് വിവിധ സന്ദർഭങ്ങളിൽ അവരുടെ പരലോക രക്ഷയ്ക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാൻ സാധ്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിച്ചതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലയിൽ പറഞ്ഞു, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, റസൂലേ താങ്കൾ ഉപദേശിക്കണം, ഉപദേശം അവർക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നാണ്. സയദ്ദക്കറു മൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ഉപദേശങ്ങളിൽ ഉൾക്കൊള്ളേണ്ടത് മുഴുവൻ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ അത് ഒഴിവാക്കി ജീവിതം വിപുലീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സന്ദർഭങ്ങളിൽ സഹാബികൾക്ക് വിവിധങ്ങളായ ഉപദേശങ്ങൾ നൽകിയത് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചിലരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വേറെ കുറേ സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നുകൊണ്ട്, പ്രവാചക ഔസിനി, എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിൽ ധാരാളക്കണക്കിന് വസിയത്തുകൾ, ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 7 ഉപദേശങ്ങൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവരികയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസിൽ കാണാൻ സാധ്യമാകും. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ, എൻ്റെ ഖലീൽ എന്ന് പറഞ്ഞാൽ ഉത്തമ കൂട്ടുകാരൻ, എൻ്റെ ആത്മസുഹൃത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച 7 കാര്യങ്ങൾ അദ്ദേഹം തുടരെയായിക്കൊണ്ട് പിന്നീട് നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 7 ഉപദേശങ്ങൾ ലോകാവസാനം വരെയുള്ള മുസ്ലിം സമൂഹത്തിന് മുഴുവനായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ ശിരസാവഹിക്കാൻ, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ അതനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ ഉപദേശങ്ങൾ ഓരോന്നായിക്കൊണ്ട് പറഞ്ഞു. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉപദേശിച്ചത്, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, മിസ്കീനുകളോട്, ദരിദ്രരായ ആളുകളോട്, അശരണരോട് അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ ഏറെ ഇഷ്ടപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സമൂഹത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന, അവഗണനകൾ നേരിടുന്ന ആളുകളാണ് ദരിദ്രരായ ആളുകൾ എന്ന് പറഞ്ഞാൽ. പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എല്ലാം അവർ സമൂഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വരാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയിൽ ആളുകൾക്ക് മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥകൾ പല ദരിദ്രമായ ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. അത്തരം അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. പാവപ്പെട്ടവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് മുമ്പിലേക്ക് കൈ നീട്ടി നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല. മറിച്ച് പാവങ്ങളെ തേടിപ്പിടിച്ച് അവർക്കുള്ള ജീവിതോപാധികൾ നൽകാൻ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട്. പാവങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത്. സമ്പത്തുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത ഓഹരി കഴിഞ്ഞാൽ അവർ സക്കാത്ത് നൽകുവാൻ, ആ സക്കാത്തിന്റെ അവകാശികളിൽ പ്രത്യേകമായും 2 ആൾ പറഞ്ഞത്, ഒന്ന് ഫഖീറും ഒന്ന് മിസ്കീനുമാണ്, പാവപ്പെട്ട ആളുകളാണ്. ആ ആളുകളെ പരിഗണിക്കണമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്.
പെരുന്നാൾ വന്നാൽ, വലിയ പെരുന്നാൾ വന്നാൽ അവർക്ക് അറുക്കുകയും മറവ് നടത്തുകയും അവർക്ക് വിതരണം ചെയ്യുവാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഫിത്തർ സക്കാത്ത്, ഈദുൽ ഫിത്തറിന്റെ സന്ദർഭത്തിൽ അരി വിതരണം നടത്തുമ്പോൾ പാവപ്പെട്ടവരുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭക്ഷണത്തിൽ നമുക്ക് ശ്രദ്ധ വേണമെന്ന നിലക്കാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ പാവപ്പെട്ട ആളുകളോട് ഇഷ്ടപ്പെടുവാനും അവരെ ചേർത്ത് നിർത്തുവാനും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഒന്നാമതായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചത് കാണുവാൻ കഴിയും. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ സഹാബികൾ ഇരിക്കുമ്പോൾ ഒരു ദരിദ്രനായ സഹാബി കടന്നുപോയി. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ സഹാബികൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഹാദാ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇതാ ഈ മനുഷ്യൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഫഖീറുകളിൽപ്പെട്ട ദരിദ്രനായ ഒരു വ്യക്തിത്വമാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ ലം യുൻകഹ് വ ഇൻ ശഫഅ ലാ യുശഫഅ, ഈ മനുഷ്യൻ ആരോടെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തിയാൽ ആരും അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കൂല. ഇദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശുപാർശ ആരും സ്വീകരിക്കുകയില്ല. ആരോടെങ്കിലും ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും അദ്ദേഹത്തിന് വാക്ക് ചെവിക്കൊള്ളൂല. ആ നിലക്ക് ദരിദ്രനായ ഒന്നിനും കൊള്ളാച്ച ഒരു പാവപ്പെട്ട മനുഷ്യനാണിതാ ഈ നടന്നുപോയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ സഹാബികൾ പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരിച്ചു കൊടുത്തു, ലഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ. സഹാബികളെ, നിങ്ങൾ അറിയണം, ഭൂമി നിറയെ ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ, ഭൂമികൾ നിറയെ സമ്പന്നരായ ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇതാ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സമ്പന്നരായ ഒരുപാട് ആളുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ദരിദ്രരായ ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകുന്നതാണ് സമൂഹത്തിന് നല്ലത്. അവരാണ് ഏറ്റവും ഉന്നതർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യവുമായി കൊണ്ട് പ്രവാചകൻ മക്കയിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ ഏറ്റവും ആദ്യം വിളി കൊടുത്തത് ആ നാട്ടിലെ ദരിദ്ര ആളുകളായിരുന്നു. ശത്രുക്കൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചത് തന്നെ റസൂലിന്റെ കൂടെ ഉള്ളവരെല്ലാം ദരിദ്രന്മാരാണ് എന്ന്. സമ്പത്തില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ആളുകളുടെ ഒരു കൂട്ടമാണ് മുഹമ്മദിന്റെ കൂട്ടമെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. എപ്പോഴും ഇസ്ലാമിന് താങ്ങും തണലുമായിരുന്നത് അത്തരം ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധ്യമാകും. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ എന്നെ മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിക്കുകയും മിസ്കീനായിക്കൊണ്ട് അതിനെ മരിപ്പിക്കുകയും ആ മിസ്കീനുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യണേ, ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കാണാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആളുകളോട് പറയുമായിരുന്നു, അഹിബ്ബു അൽ മസാകീൻ, നിങ്ങൾ മിസ്കീനുകളെ ഇഷ്ടപ്പെടണേ, നിങ്ങൾ മിസ്കീനുകളെ, പാവപ്പെട്ടവരെ നിങ്ങൾ തഴയരുത്, അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത്, അവരോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകരുത്, അവരോട് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകരുത്, മറിച്ച് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ഒരാളാകുവാൻ ഇഷ്ടപ്പെട്ടവനായിരുന്നു. പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സമൂഹത്തോട് പറഞ്ഞിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെടാനും അവരെ ചേർത്ത് നിർത്താൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. രണ്ടാമതായി അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശങ്ങൾ രണ്ടാമത്തേത്, വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നോട് എൻ്റെ പ്രവാചകനെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എൻ്റെ താഴേക്കുള്ളവരിലേക്ക് നോക്കാനാണ്, എനിക്ക് മുകളിലേക്കുള്ളവരിലേക്ക് ഒരിക്കലും നോക്കരുത് എന്നെൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കുവാൻ, നിങ്ങൾ അതിനെ വിസ്മരിക്കാതിരിക്കുവാൻ, നിങ്ങൾ അതിനെ ചെറുതാക്കി കാണാതിരിക്കുവാൻ,
നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെപ്പോഴും നമ്മൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കിയാലാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വിലയുണ്ടാകുന്നത്. മറിച്ച് നമ്മളെക്കാൾ സൗകര്യം കൂടുതലുള്ള, നമ്മളെക്കാൾ സൗന്ദര്യം കൂടുതലുള്ള, നമ്മളെക്കാൾ സമ്പത്ത് കൂടുതലുള്ള, നമ്മളെക്കാൾ ആരോഗ്യം കൂടുതലുള്ള, അങ്ങനെ നമ്മളെക്കാൾ എല്ലാം കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കിയാൽ അവനെ പോലെ എനിക്കില്ലല്ലോ എന്ന രീതിയിൽ നമുക്ക് സങ്കടപ്പെടാനും അതേപോലെ തന്നെ പ്രയാസപ്പെടാനും മാത്രമാണ് സാധ്യമാകുന്നത്. എന്നാൽ നമ്മളെക്കാൾ സൗകര്യം കുറഞ്ഞ ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയുവാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്രയെങ്കിലും നൽകിയല്ലോ എന്ന് പറയുവാൻ ആ ആളുകൾക്ക് കഴിയുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉപദേശം, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം, ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുവാൻ പാടില്ല എന്നാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമറനി അൻ അസില റഹിം വഇൻ അദ്ബറത്. എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞു. വഇൻ അദ്ബറത്, അത് അവർ കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് പിന്നോക്കം നിൽക്കുകയാണെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും അവരോട് ചേർത്ത് നിൽക്കുവാൻ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് പഠിപ്പിച്ചത്, അല്ലാഹു പറയുന്നത് അനല്ലാഹ് വ അനർ റഹ്മാൻ, ഞാനാകുന്നു അല്ലാഹു, ഞാനാകുന്നു റഹ്മാൻ പരമകാരുണികൻ, ഖലഖതു റഹിം, ഞാനാകുന്നു റഹീമിനെ കുടുംബബന്ധത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, വശഖഖതു ലഹാ മിൻ ഇസ്മി, കുടുംബബന്ധത്തിന് റഹിം എന്ന പേരറബിയിൽ ഞാൻ നൽകിയത് എൻ്റെ റഹ്മാൻ എന്ന പേരിൽ നിന്ന് തന്നെ പകുത്തിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ വസലഹാ വസൽതുഹു, അതുകൊണ്ട് കുടുംബബന്ധത്തെ ചേർത്തവനോട് ഞാനും ബന്ധം ചേർക്കും. വമൻ ഖതഅഹാ ബത്തതുഹു, ആ കുടുംബബന്ധത്തെ മുറിച്ച ആളുകളോട് ഞാൻ അവരുമായി കൊണ്ട് ബന്ധം മുറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ സഹോദരിമാരെ, കുടുംബത്തിൽ വിള്ളലുണ്ടാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഒരാളുമായി അകൽച്ച ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഇനി കുടുംബത്തിലുള്ള ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് തെറ്റി നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുമായി അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചത്. അതാണ് വഇൻ അദ്ബറത്, അവർ നിങ്ങളോട് പിന്നോക്കം നിൽക്കുന്നുവെങ്കിലും ഇങ്ങോട്ടേക്ക് ബന്ധം ചേർക്കുന്നില്ല എങ്കിലും അവർ തിരിഞ്ഞു നടക്കുന്നുവെങ്കിലും അവരോട് നിങ്ങൾ അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചില ആളുകളൊക്കെ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ അങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഓൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നില്ലല്ലോ, ഓനല്ലേ ബന്ധം മുറിച്ചത്, ഞാനല്ലല്ലോ, ഇനി ഓനായി ഓൻ്റെ പാടായി, ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും പറയുവാൻ പാടില്ല. അവരിങ്ങോട്ടേക്ക് എങ്ങനെയാണോ അങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഒരിക്കലും കുടുംബത്തിലെ അകന്നതാകട്ടെ അടുത്തതാകട്ടെ യാതൊരു അകൽച്ചയും വിള്ളലുമില്ലാതിരിക്കുവാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം കുടുംബ ബന്ധം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസായിലെ തുടക്കത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് പ്രവാചകനെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ അബൂദറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ഉപദേശം നൽകി. നാലാമതായി അദ്ദേഹം പറയുകയാണ്, വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅൻ, എന്നോട് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി പറഞ്ഞത് ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്നാണ്. ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടി നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നെൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരന്മാരെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവർ ആളുകളോട് ഒന്നും ചോദിക്കില്ലായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും. ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണ് എങ്കിൽ റബ്ബിനോട് മാത്രം ചോദിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ, അതേപോലെ തന്നെ ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവരതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവർ തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് തൻ്റെ വാളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം താഴേക്ക് വീണാൽ അതൊന്ന് എടുത്തരുമെന്ന് താഴെ ആളോട് ചോദിക്കില്ലായിരുന്നുവെന്നാൽ അവർ തന്നെ താഴേക്ക് ഇറങ്ങി എടുത്ത് മുകളിലേക്ക് പോയിരിക്കും. ഒരാളോടും ഒന്നും ചോദിക്കില്ല. ആ നിലയ്ക്ക് അക്ഷരാർത്ഥത്തിൽ അതിനെ അവർ സ്വീകരിച്ചു എന്ന് കാണാൻ സാധ്യമാക്കും.
കാരണം അതാണ് അവർ പ്രവാചകന് പഠിച്ചത്. എന്നാൽ അങ്ങനെ ഒരാളുടെ ഒരു കാര്യം ചോദിക്കരുത്, ഭക്ഷണം ചോദിക്കരുത്, വെള്ളമെടുത്ത് തരാൻ പറയരുത് എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പരമാവധി നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. സമ്പത്ത് ആളുകളോട് ചോദിച്ച് നടക്കുന്ന, ആവശ്യങ്ങൾ എപ്പോഴും ആളുകളോട് ചോദിച്ച് നടക്കുന്ന, അങ്ങനെ ഒന്നിനും മടിയില്ലാത്ത ചില ആളുകളൊക്കെ സമൂഹത്തിലുണ്ടാകാറുണ്ട്. ആരോടും എന്തും ചോദിക്കാൻ ഒരു മടിയുമില്ലാതെ ആളുകളോടൊക്കെ അങ്ങനെ ചോദിച്ചു നടക്കുന്ന അവസ്ഥാവശ്യം ഉണ്ടാകാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ യസാലു റജുലു യസ്അലു നാസ്, ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും ചില ആളുകൾ. ഹത്താ യഅതി യൗമുൽ ഖിയാമത്തി ലൈസ ലഹു ഫീ വജ്ഹിഹി മുസ്അതു ലഹിമിൻ, ആളുകളോട് ഇങ്ങനെ കൈ നീട്ടി എരന്ന് നടക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ പരലോകത്തേക്ക് അവൻ വരുമ്പോൾ അവന്റെ മുഖത്ത് ഒരു തരിമ്പ് പോലും മാംസകഷ്ണം ഉണ്ടാവുകയില്ല, എല്ലാം ഉന്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവനെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. ആളുകളോട് അങ്ങനെ വെറുതെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. പണം ഇടയ്ക്കിടയ്ക്ക് കടം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇങ്ങനെ പിന്നെ തീർത്തലകാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. സ്വയം പര്യാപ്തമാകുവാൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ചോദിക്കുവാൻ, തൻ്റെ ആവശ്യങ്ങൾ തനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അവസ്ഥകൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. മറ്റുള്ള ആളുകളോട് ചോദിക്കുവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ജനങ്ങളോട് പൊതുവെയുള്ള കൽപ്പനയാണ് നിങ്ങൾ ആളുകളോട് ചോദിച്ച് നടക്കരുത് എന്ന്. എന്നാൽ സഹോദരിമാരെ, ആരെങ്കിലും ഒരാൾ അവരുടെ പ്രയാസങ്ങൾ കൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അള്ളാഹു ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, ചോദിച്ചടക്കാൻ പാടില്ല പറഞ്ഞിട്ടും അതുകൊണ്ട് ആർക്കും കൊടുക്കണ്ട എന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅമ്മസായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളുകളെ നീ ആട്ടിയോടിക്കുവാൻ പാടില്ല. ആളുകൾ സഹായം ചോദിച്ചു വന്നാൽ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ സഹായിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. റമദാൻ മാസമാണ് നമ്മളിലേക്ക് അടുക്കാനിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അവർ അങ്ങനെ വരാൻ പാടില്ല, ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മളിലേക്ക് വന്നാൽ, ആളുകൾ ഒരു പിരിവിന്റെ ആവശ്യവുമായി നമ്മളിലേക്ക് വന്നാൽ, നമുക്ക് പരലോകത്തേക്കുള്ള നേട്ടമാണ്, നമുക്ക് ഖബറിലേക്കുള്ള വെളിച്ചമാണ്, നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള കൂലിയാണ്, ഏണിപ്പലകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അത്തരം ആളുകളെ സഹായിക്കുവാൻ, ഇനി ഒന്നുമില്ല എങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞയക്കുവാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നാലാമതായി അബൂദർ പറഞ്ഞത് ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കണം. മറ്റുള്ളവരോട് അങ്ങനെ ചോദിച്ച് നടക്കുന്ന, ആവശ്യങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുർറൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ അഞ്ചാമത്തെ കാര്യം, എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയണം എന്നാണ്. ഒരിക്കലും കളവ് പറയാൻ പാടില്ല. ചെറിയ കാര്യത്തിനാകട്ടെ, വലിയ കാര്യത്തിനാകട്ടെ, രക്ഷപ്പെടാനാകട്ടെ, അല്ലാത്ത കാര്യങ്ങൾക്കാകട്ടെ, കളവ് പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാകുവാൻ പാടില്ല. എന്തെല്ലാം തരത്തിൽ ആളുകൾ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് തന്നെ ആളുകൾ കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത, ഒരു ഉളുപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തലശ്ശേരിയിലേക്ക് പോകുന്ന ആളുകൾ ഫോൺ വിളിക്കും, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിച്ചു കൂടി ഉണ്ടാവുകയില്ല, ഞാനത് എത്താനായിട്ടുണ്ട്, 2 മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെയാണ് പറയുന്നത്. 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അരമണിക്കൂർ വൈകി എത്തിയാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കാത്ത ബ്ലോക്ക്. എവിടൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടായത്? ഒരു കളവ് പറഞ്ഞ് അതിനെ രക്ഷപ്പെടാനും വേണ്ടി, ന്യായീകരിക്കാനും വേണ്ടി പിന്നെയും കളവ് പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളോട് വൈകിയതിന്റെ കാരണം ചോദിച്ചാൽ കളവ് പറയുന്നു. ഹോംവർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ കളവ് പറയുന്നു. ലീവായി കഴിഞ്ഞാൽ കുട്ടികളെ കളവ് പറയുന്നു. ആ കുട്ടികളുടെ കളവിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ തന്നെ കളവ് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ലീവിൽ ന്യായീകരിക്കുന്ന അവസ്ഥാവിശേഷം അവർക്ക് ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുവാൻ പാടില്ല. എന്ത് വന്നാലും സത്യം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരന്മാരെ, റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കള്ളന്മാരെന്ന രൂപത്തിൽ രേഖപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ സത്യസന്ധത നിങ്ങൾ നന്മയിലേക്ക് നയിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നിങ്ങൾ നന്മകൾ അധികരിപ്പിച്ചാൽ ആ നന്മകൾ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബു സിദ്ദീഖൻ, ഒരു മനുഷ്യൻ എന്ത് വന്നാലും സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അവനെക്കുറിച്ച് സിദ്ദീഖ്, സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തുമെന്നാണ്.
എന്നാൽ വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറയുക എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തത്തിലേക്ക് നയിക്കുന്നതാണ്. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, തെമ്മാടിത്തം നരകത്തിലേക്ക് നയിക്കുന്നതാണ്. വഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ കദ്ദാബൻ, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിസാരമായ കാര്യങ്ങൾക്കും അല്ലാത്തതുമെല്ലാം കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കണക്ക് പുസ്തകത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് പെരുങ്കള്ളൻ എന്ന് രേഖപ്പെടുത്തും. പിന്നെ അവൻ എന്തു ചെയ്തിട്ടും കാര്യമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കള്ളനായിക്കൊണ്ട് മുദ്ര കുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാകാം, അതിന് ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കളവ് പറയുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഒരു സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നൈമിഷികമായി ആ സന്ദർഭത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അത് ആത്യന്തികമായി നമുക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര കൈപ്പുണ്ടെങ്കിലും സത്യം മാത്രം